ഹലോ, നമ്മൾ ഇനി ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നമുക്ക് എടുക്കാനുള്ളത്. ബൂളിയൻ ആൾജിബ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ദി ബ്രാഞ്ച് ഓഫ് ആൾജിബ്ര ഇൻ വിച്ച് ദ വാല്യൂസ് ഓഫ് വാരിയബിൾസ് ആർ ട്രൂത്ത് വാല്യൂസ് ആൻഡ് ട്രൂ ഓർ ഫോൾസ്. ട്രൂത്ത് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബൂളിയൻ ആൾജിബ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൾജിബ്രയാണ്, മാത്തമാറ്റിക്സിലെ ഒരു ആൾജിബ്ര കോൺസെപ്റ്റാണ്. ഇതിൽ രണ്ട് ടേംസ്, ആകെ രണ്ട് ട്രൂത്ത് വാല്യൂസേ ഉണ്ടായിരിക്കുള്ളൂ. ഒന്നെങ്കിൽ ട്രൂ എന്ന് പറയുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈനറി കോൺസെപ്റ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒന്നെങ്കിൽ അത് 1 ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ, ബൂളിയൻ ആൾജിബ്ര ഈസ് ഇൻവെൻറ്റഡ് ബൈ ജോർജ് ബൂളി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. 1954 ബൂളിയൻ ആൾജിബ്ര ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, then it includes the truth values. Boolean algebra of logic, it deals with the variable that can be have two discrete values, 0 and 1s. The operation that have logical significance. And the earliest method of manipulating symbolic logic was invented by the George Boole. George Boole എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. 1854 ഇത് ഇൻവെൻഷൻ ഉണ്ടായത്. ഓക്കെ, ഇതിലെ കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. നമുക്ക് ബൂളിയൻ കോൺസെപ്റ്റിലെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ്, ഓർ, നോട്ട്. ഈ ഓപ്പറേഷൻസ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റിങ്ഷൻ. ഓക്കെ, അപ്പോൾ എക്സ് ഓർ വൈ എന്നുള്ള ഫോർമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റും. എക്സ് ഓർ വൈ ആവുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും? ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ തന്നെ ദ റിസൾട്ട് ഈസ് ട്രൂ. രണ്ടും ഫോൾസ് ആണെങ്കിൽ മാത്രമേ റിസൾട്ട് ഫോൾസ് ആവുള്ളൂ, ടോട്ടൽ റിസൾട്ട് ഫോൾസ് ആവുള്ളൂ. ദെൻ ആൻഡ് കൺജങ്ഷൻ ആവുന്ന സമയത്ത് ഇറ്റ് സാറ്റിസ്ഫൈസ് ദി രണ്ടും 0, രണ്ട് 1 ആണെങ്കിൽ മാത്രമേ റിസൾട്ട് 1 ആയിരിക്കുള്ളൂ. നോട്ട് ആവുന്ന സമയത്ത് റിസൾട്ട് ഇൻപുട്ട് 1 ആണെങ്കിൽ റിസൾട്ട് 0 ആയിരിക്കും. അതേപോലെ തന്നെ 1 ആണെന്നുണ്ടെങ്കിൽ 0 ആണെങ്കിൽ റിസൾട്ട് 1 ആയിരിക്കും. ദെൻ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ആണ്. ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൻ്റെ നേരെ റിവേഴ്സ്. ഇനി ഇതിൽ നമുക്ക് നോക്കാനുള്ളത് ബൂളിയൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. ബൂളിയൻ ഫംഗ്ഷൻ ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എഫ് x of n implies x of degree n where x is equal to 0, 1. 0, 1 മാത്രം ഇതിൽ പോസിബിൾ ആയിട്ടുള്ള ട്രൂ വാല്യൂ ഉള്ളൂ. ഈസ് എ ബൂളിയൻ ഡൊമൈൻ ആൻഡ് ഈസ് എ നോൺ നെഗറ്റീവ് ഇൻറ്റീജർ. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ വേ ഹൗ ടു ഡിറൈവ് ദ ബൂളിയൻ ഔട്ട്പുട്ട് ഫ്രം ദി ബൂളിയൻ ഇൻപുട്ട്സ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻപുട്ടിൽ നിന്ന് എങ്ങനെ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ബൂളിയൻ ഫംഗ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക. ലെറ്റ് എ b is equal to a dash b dash. This function of degree 2. Degree 2 കാരണം രണ്ട് എലമെന്റ്സ് ആണുള്ളത്. രണ്ട് എലമെന്റ്സിലുണ്ട് ഡിഗ്രി 2 of set ordered pair 2 from the set of ordered pairs of boolean variables of the set. അപ്പോൾ എ ബി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ കോമ്പിനേഷൻ ആണ് ഉണ്ടാവുക? 0 0, 0 1, 1 0 ആൻഡ് 1 1 എന്ന് പറയുന്ന കോമ്പിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു എ ഡാഷ് ബി ഡാഷ് ആണ്. അപ്പോൾ നമുക്ക് കൊടുക്കുന്ന വാല്യൂ എഫ് ഓഫ്, ഇവിടെ നോക്കുക, നമ്മൾ കൊടുക്കുന്ന വാല്യൂ 0 0. അപ്പോൾ എ ഡാഷ് ബി ഡാഷ് എന്നുള്ള ഫോർമാറ്റാണ്. അപ്പോൾ എന്തായിരിക്കും? എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എ ഡാഷ് എന്ന് പറഞ്ഞാൽ 0 ആകുമ്പോൾ 1 1 into 1 എന്നുള്ള ഫോർമാറ്റ് അല്ലേ? എ ഡോട്ട് എ ഡാഷ് ഡോട്ട് ബി ഡാഷ് ആണ് അല്ലേ? അപ്പോൾ 1 ഡോട്ട് 1 എന്ന് പറഞ്ഞാൽ റിസൾട്ട് 1 ആയിരിക്കും. ദെൻ ബാക്കിയെല്ലാം 0 ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. കാരണം ബാക്കി എല്ലായിടത്തും ഒന്നെങ്കിൽ 0 വരും അല്ലെങ്കിൽ 1 എന്നുള്ള കോൺസെപ്റ്റ് വരും. അങ്ങനെ വരുമ്പോൾ റിസൾട്ട് ആൻഡ് ഓപ്പറേറ്ററിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഈസ് 0. ഓക്കെ, അതാണ് ബൂളിയൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഒരു ഇക്വേഷൻ, ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്കൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് നമ്മൾ ബൂളിയൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ബൂളിയൻ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നോക്കാം.
എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ അതിൻ്റെ ഒരു ഈക്വൽ ടു ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട്. അതായത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷനാണ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്പറേഷൻ അവിടെ നടക്കുന്നുണ്ട്, പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ അവിടെ നടക്കുന്നുണ്ട്, ഒരു ഈക്വൽ ടു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതേപോലെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൾസോ എ കോമ്പിനേഷൻസ് ഓഫ് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരിക്കും, അത് ഈക്വൽസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ടും ഉണ്ടായിരിക്കും. ഇതിനാണ് ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇറ്റ് യൂസസ് ദ ബൂളിയൻ വാല്യൂസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. Okay, expression always produce a Boolean value. A Boolean expression is composed of combination of Boolean content, Boolean constants, true or false, Boolean variable and logical connectives. And each Boolean expression represents the Boolean functions. Logical connectives എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും യൂസ് ചെയ്യുന്നത്? ആൻഡ് ഓർ നോട്ട്, ഇതാണ് ബൂളിയൻ കണക്റ്റീവ്സ് അല്ലെങ്കിൽ ലോജിക്കൽ കണക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ലോസ് ഉണ്ട് ബൂളിയൻ എക്സ്പ്രഷൻസ് എന്നുള്ള രീതിയിൽ. എ ബി സി ഈസ് എ ബൂളിയൻ എക്സ്പ്രഷൻ. നമുക്ക് ഒരു കുറച്ച് എക്സ്പ്രഷൻസ് നോക്കാം. ബൂളിയൻ ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ്സ് ഓഫ് ബൂളിയൻ ആൾജിബ്ര എന്നും ഇതിനെ പറയാറുണ്ട്, പോസ്റ്റുലേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡബിൾ കോംപ്ലിമെന്റ് ലോ. ഡബിൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് എന്ന് പറഞ്ഞാൽ എ തന്നെ ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി മുന്നേ കണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഏതൊക്കെ സെക്ഷനിലാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലും ഒക്കെ സെറ്റിൻ്റെ കേസിലൊക്കെ ഈ ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ബൂളിയൻ ആവുന്ന സമയത്ത് ഇവിടെ ബൂളിയൻ വാല്യൂസ് ആവും എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോട്ട് എ എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ് ലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ ആണ്. ദെൻ എ പ്ലസ് നോട്ട് എ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. കാരണം എന്താ, ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ എന്തായാലും 1 ആയിരിക്കും. ഓക്കെ, ദെൻ അത് മൾട്ടിപ്ലിക്കേഷൻ ആവുന്ന സമയത്ത് ഒന്നെങ്കിൽ അത് ഓർ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ആൻഡ് ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. ഓർ എന്ന് പറഞ്ഞാൽ അഡീഷൻ, ആൻഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഓർ ആവുന്ന സമയത്ത് റിസൾട്ട് 1 ആയിരിക്കും, ആൻഡ് ആവുന്ന സമയത്ത് റിസൾട്ട് 0 ആയിരിക്കും. കാരണം ഒന്ന് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 0 ആണെങ്കിൽ കോംപ്ലിമെൻ്റ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പോൾ 0 × 1 എന്ന് പറഞ്ഞാൽ അവിടെ എന്തായാലും 0 തന്നെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. കോംപ്ലിമെൻ്റ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ആൻഡ് ഫോർമാറ്റിൽ ഡോട്ട് ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻപുട്ട് ഒറിജിനലും ഒന്ന് അതിൻ്റെ കോംപ്ലിമെൻറ്റുമാണെങ്കിൽ എന്തായാലും ഔട്ട്പുട്ട് 0 ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഐഡംപോട്ടൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം അല്ലേ. ഇപ്പോൾ എ പ്ലസ് എ ഈസ് ഈക്വൽ ടു എ ഡോട്ട് എ ഈസ് ഈക്വൽ ടു എ. ദെൻ ഐഡൻറ്റിറ്റി ലോ, ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ 0 വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ഐഡൻറ്റിറ്റിയിൽ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എ പ്ലസ് 0 ഈസ് ഈക്വൽ ടു എ ആൻഡ് എ ഡോട്ട് 1 ഈസ് ഈക്വൽ ടു എ. ഓക്കെ, സമയത്ത് എ പ്ലസ് 0 ഈസ് ഈക്വൽ ടു എ പ്ലസ് എ ഡോട്ട് 1 ഈസ് ഈക്വൽ ടു എ. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ ദ ആൻഡ് ഫോം, ഐഡൻറ്റിറ്റി ലോ. ദെൻ നെക്സ്റ്റ് ഡോമിനൻസ് ലോ. എ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 ആൻഡ് എ ഡോട്ട് നേരത്തെ കണ്ടതിൻ്റെ നേരെ റിവേഴ്സ്, ഐഡൻറ്റിറ്റി ലോൻ്റെ നേരെ റിവേഴ്സ്. നമ്മൾ എ പ്ലസ് 0 കൊടുത്തു, ഇവിടെ എ പ്ലസ് 1. അതേപോലെ എ ഡോട്ട് 1 ആയിരുന്നു, ഇവിടെ എ ഡോട്ട് 0. ഓക്കെ, എ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 ഓർ ഫോർമാറ്റ് എ ഡോട്ട് 0 ഈസ് ഈക്വൽ ടു 0. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ. അസോസിയേറ്റീവ് ആവുന്നതും നിങ്ങൾക്കറിയാം. എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. എ ഡോട്ട് ബി ഡോട്ട് സി ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി. ദെൻ അബ്സോർപ്ഷൻ ലോ, a plus a dot a plus b is equal to a plus a dot b is equal to a. And simplification law, a dot not of a plus b is equal to a dot b. കാരണം a dot a not എന്നുള്ളത് 0 ആയിട്ട് പോകും. then a plus not of a dot b is equal to a plus b. കാരണം എ പ്ലസ് നോട്ട് എ ഈസ് ഈക്വൽ ടു എ എന്നുള്ള റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് സിംപ്ലിഫിക്കേഷൻ ലോ. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഡോട്ട് സി തന്നെ ഡിസ്ട്രിബ്യൂട്ട് എ പ്ലസ് ബി ഡോട്ട് എ പ്ലസ് സി എന്നുള്ള കേസാവും. എ ഡോട്ട് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി.
ദെൻ ഡിമോർഗൻസ് ലോ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലോ ആണ്. ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത് നോട്ട് ഓഫ് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു, അതിൻ്റെ ഓപ്പറേഷൻസ് മാറും. നേരത്തെ എ ഡോട്ട് ആണ് ഇൻപുട്ടിൽ വന്നെങ്കിൽ ഔട്ട്പുട്ടിൽ നോട്ട് ഓഫ് എ പ്ലസ് നോട്ട് ഓഫ് ബി എന്നുള്ള ഫോർമാറ്റിലേക്ക് പോകും. ഇനി അത് റിവേഴ്സ് ആവുന്ന സമയത്തും നോട്ട് ഓഫ് എ നോട്ട് ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു നോട്ട് ഓഫ് എ ഡോട്ട് നോട്ട് ഓഫ് ബി എന്നുള്ള ഫോർമാറ്റിലേക്ക് അത് കൺവേർട്ട് ആവും. ഓക്കെ, നെക്സ്റ്റ് എടുക്കാനുള്ളത് കാനോണിക്കൽ ഫോം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഫോർ എ ബൂളിയൻ എക്സ്പ്രഷൻ ദർ ആർ ടു കൈൻഡ്സ് ഓഫ് കാനോണിക്കൽ ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സം ഓഫ് മിൻ ടേംസ് ഫോം ഓർ ദ പ്രൊഡക്റ്റ് ഓഫ് മാക്സ് ടേം ഫോംസ്, അതായത് POM SOM എന്നുള്ള രണ്ട് പേരിൽ രണ്ട് കാനോണിക്കൽ ഫോംസ് ഉണ്ട്. ദ സം ഓഫ് മിൻ ടേംസ് ഓർ സം ഓഫ് പ്രോഡക്റ്റ് SOP form. The minterm is a product of all variables taken either in their direct or complemented form. Any Boolean function can be expressed as a sum of its one minterm, and inverse the function can be expressed as the sum of zero minterms. Okay, f is a list of variables, then sum of one minterms indicates, and f dash the list of variables, epsilon of list of സീറോ മിൻറ്റൈൻ ഇൻഡീസസ്. അതെന്താണെന്നുള്ളത് ഇങ്ങനെ പറയുന്നതിനേക്കാളും നമുക്ക് ഒന്നും എക്സാമ്പിൾസ് വെച്ച് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യം പിടികിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾക്ക് 3 ഇൻപുട്ട് വേരിയബിൾസ് ആണുള്ളത്. ഓക്കെ, ഈ മിൻറ്റേം എന്നാകുന്ന സമയത്ത് നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. ABC എന്ന് പറയുന്ന 3 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ 3 നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂസ് ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 എന്നുള്ള ഫോർമാറ്റിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 3ൻ്റെയും കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ ABC അല്ലെങ്കിൽ XYZ എന്നുള്ള വേരിയബിൾ എടുക്കാം. ഓക്കെ, അപ്പോൾ 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു കേസാണ്. 3 വേരിയബിൾസ് ആണെങ്കിൽ 7 കോമ്പിനേഷൻ ആയിരിക്കും ഉണ്ടാവുക, നോട്ട് 7 8, കാരണം 0 to 7 വരെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഇവിടെ A ആണെങ്കിൽ A ഡാഷ് B ഡാഷ് C ഡാഷ്, ഇവിടെ ടേംസ് കൊടുത്തിരിക്കുന്നത് X ഫോർമാറ്റിലാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ XYZ ആണെന്നുള്ളത് അസ്യൂം ചെയ്യാം. അപ്പോൾ X ഡാഷ് Y ഡാഷ് Z ഡാഷ്, ഈ ടേം ആണെന്നുണ്ടെങ്കിലോ X ഡാഷ് Y ഡാഷ് Z, ഇത് X ഡാഷ് Y Z ഡാഷ്, X ഡാഷ് Y Z, X Y dash Z dash, then X Y dash Z, X Y Z dash, X Y Z. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു ടേമിനെ നമ്മളൊരു മിൻ ടേം ആക്കി കൊടുക്കുക, M0. ദെൻ ഇതിനെ M1 M2 M3 ആൻഡ് M4 M5 ആൻഡ് M6 ആൻഡ് M7. ഓക്കെ, ഇനി ഇത് നമുക്കൊരു ഇക്വേഷൻ തരികയാണ്, ഒരു ഫംഗ്ഷൻ തരികയാണ്. ഈ എഫ് ഓഫ് എക്സ് കോമ വൈ സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് ഡാഷ് വൈ ഡാഷ് ഇസെഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 0 0 0 എന്ന് പറഞ്ഞാൽ M0 ആണ് അല്ലേ. ദെൻ 1 0 1 M5, ദെൻ 1 1 0 എന്ന് പറഞ്ഞാൽ M6, 1 1 1 M7. ഈ ഫോർമാറ്റിലേക്ക് എഴുതുന്നതിനെയാണ് നമ്മൾ കനോണിക്കൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടൊക്കെ നമുക്ക് സം ഓഫ് ആണ് മിൻ ടേം ആയിട്ട് ഉണ്ടായിരിക്കുക. കണ്ട M0 പ്ലസ് M5 പ്ലസ് M6 പ്ലസ് M7, അതായത് സമ്മേഷൻ ആണ്. ഇപ്പോൾ നമുക്ക് ഇതേമാതിരി ഒരു ഇക്വേഷൻ തന്നോന്ന് വിചാരിച്ചോ, എഫ് ഓഫ് എക്സ് വൈ ഇസെഡ് 0 5 6 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M0 M5 M6 ആൻഡ് M7, അതായത് ഈ രൂപത്തിൽ എഴുതുന്നതിനാണ് എമ്മിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഇവിടെ സ്മോൾ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് മിൻ ടേം ആയിരിക്കും, ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ അത് മാക്സ് ടേം ആയിരിക്കും. ഓക്കെ, വി വിൽ ഫൈൻഡ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസെഡ്. നമുക്ക് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസെഡ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഇതിൻ്റെ നേരെ റിവേഴ്സ് ആയിരിക്കും അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡാഷ് y z plus x dash y dash z plus x dash y z dash x y dash z dash f dash of x y z m3 m1 m2 and m4. Hence we have to write 3 1 2 4. ഓക്കെ, ഇതിനെ ഓർഡർ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഓഫ് സം പറയാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് ടേം നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം.